മാർഗത്തിലെ ഓരോ പൗരന്റെയും ഓരോ ഹിന്ദുവിന്റെയും ചിരകാല അഭിലാഷമായിരുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മിതി കഴിഞ്ഞ് ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയും നിർവഹിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീരാമ പട്ടാഭിഷേകത്തിന് കഥയായി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടും വളരെ മഹത്വവും അതുപോലെ പ്രസക്തവുമാണ്. ഈ കഥയുടെ സുദീർഘമായ വിശദാംശങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. മുൻപിലിരിക്കുന്ന പുതിയ തലമുറയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിന്റെ രംഗസൂചന മാത്രം നിർവഹിക്കുകയാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാനരസേനയും ത്രേതായുഗത്തിലെ നമ്മുടെയൊക്കെ ആത്മനിർവൃതിയുടെ അതിലൂടെ പരിപൂർണമായ ശ്രീരാമചന്ദ്രന്റെ ആ അവസ്ഥയിൽ ഈ 14 വർഷത്തെ വനവാസത്തിന് ശേഷം അതിഘോരമായ യുദ്ധം കഴിഞ്ഞ് രാമരാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ രാക്ഷസ രാജാവായ രാവണനെ നിഗ്രഹിച്ചു. അതിനെ അദ്ദേഹത്തെ സഹായിച്ചത് ഞാൻ മുമ്പ് സൂചിച്ചതുപോലെ ലക്ഷക്കണക്കിന് വാനരസേന. രാവണൻ നിഗ്രഹം കഴിഞ്ഞു. രാവണന്റെ അനിലനായ വിഷ്ണുഭക്തനായ വിഭീഷണനെ ലങ്കാധിപതിയായി വാഴിച്ചു. രാവണനാൽ അപഹരിക്കപ്പെട്ട് ലങ്കയിൽ ഒരു ശിംശിവാവൃക്ഷത്തിന്റെ ചുവട്ടിൽ രാമരാമേതി ജപിച്ചുകൊണ്ട് ഒരു തടവുകാരിയെ പോലെ ഒരു ദാസിയെ പോലെ കഴിഞ്ഞിരുന്ന സീതാദേവിയെ ഈ രാമചന്ദ്രൻ അഗ്നിപരീക്ഷയ്ക്ക് വിധേയയാക്കി സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഇത് പട്ടാഭിഷേകത്തിന്റെ ചുറ്റുപാടുള്ള കഥ. ആദ്യത്തെ രംഗം ശ്രീരാമനും ലക്ഷ്മണനുമാണ്. രാമരാവണ യുദ്ധം കഴിഞ്ഞു. 14 വർഷത്തെ വനവാസവും ഇതാ അവസാനിച്ചിരിക്കുന്നു. ഇനി എത്രയും വേഗം അയോധ്യയിൽ തിരിച്ചെത്തുക, തന്റെ പാതകൾ വെച്ച് പൂജിച്ച് ശ്രീരാമചന്ദ്രനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഭരതരാജകുമാരൻ തന്റെ വരവും കാത്തിരിക്കുകയാണ് അയോധ്യ. എത്രയും വേഗം അവിടെ എത്തുക, ഭരതനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ഭരതനിൽ നിന്ന് ആ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയും ആണ് ഇനിയുള്ള കർത്തവ്യം. അതിനെ എത്രയും വേഗം അയോധ്യയിലേക്ക് പോകാൻ വേണ്ട തയ്യാറെടുപ്പുകൾ സജ്ജീകരണങ്ങൾ ചെയ്യുന്ന ആ വേളയിൽ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ലക്ഷ്മണകുമാരൻ എത്തിച്ചേരുക. ഘോരമായ വനവാസത്തിനും അതുപോലെ തന്നെ ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ കാരണഭൂതയായ കൈകേയിയെ ഹർഷിക്കുകയും അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുക. ശ്രീരാമന്റെ സ്വാന്തന വാക്കുകളിൽ ലക്ഷ്മണൻ സമാധാന ചിത്തനാകുന്നു. കൈകേയിലുള്ള പ്രതിഷേധവും വിരോധവും ഒക്കെ അക്കാലത്തേക്ക് ലക്ഷ്മണകുമാരൻ മാറ്റിവെക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ രംഗം. ആ രംഗത്തെ ശ്രീരാമനെയും ലക്ഷ്മണകുമാരനെയുമാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ രംഗം രാവണ സഹോദരനായ വിഷ്ണുഭക്തനായ വിഭീഷണന്റെ തിരനോട്ടവും തന്റെ ഇടക്കവുമാണ്. അങ്ങനെ ആ
വിഭീഷണന്റെ അടുത്ത് വിഭീഷണന്റെ പ്രിയതമയായ സരമ എത്തിച്ചേരുകയാണ്. പേര് കുട്ടികൾ ഒന്നുകൂടി ഓർക്കുക. വിഭീഷണന്റെ പത്നിയുടെ പേര് സരമ എന്നാണ്. ആ സരമ വിഭീഷണനോട് പറയാണ്, ഇത്രയും കാലം ഈ ലങ്കയിൽ കഴിഞ്ഞിരുന്ന സീതാദേവിയെ പരിരക്ഷിക്കുകയും സാധനപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് സീതാദേവി അയോധ്യയിലേക്ക് ശ്രീരാമനോടൊപ്പം യാത്ര പോവുകയാണ്. ആ വിയോഗം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സീതാദേവിയെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല എന്ന് വിഭീഷണനോട് സരമ പറയുന്നു. അപ്പം വിഭീഷണൻ അവളെ സ്വാതന്ത്ര്യപ്പെടുത്തും. നിന്റെ ആ വിരഹദുഃഖം, ആ വേർപാടിന്റെ വേദന നീ ശ്രീരാമചന്ദ്രനെ തന്നെ അറിയിക്കാം. അദ്ദേഹം മനുഷ്യമായിട്ടും നിന്നെ അനുഗ്രഹിക്കാതിരിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ സരമയെ സാന്ത്വനപ്പെടുത്തി അയക്കുന്നതോടുകൂടി രണ്ടാം രംഗം അവസാനിച്ചു. മൂന്നാമത്തെ രംഗം ഹനുമാന്റെ രംഗപ്രവേശമാണ്. ഹനുമാന്റെ തിരനോട്ടവും ഹനുമാന്റെ തന്റേതാത്വത്തിനു ശേഷം അയോധ്യയിലേക്ക് പോകാൻ പരിപൂർണമായി തയ്യാറെടുത്തിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ എത്രയും വേഗം പുഷ്പക വിമാനം സജ്ജമാക്കി കൊടുക്കണം എന്ന ആ ശ്രീരാമന്റെ അഭിവാഞ്ച ഹനുമാൻ വിഭീഷണനെ അറിയിക്കുന്നു. വിഭീഷണൻ ശ്രീരാമന്റെ അയോധ്യായാത്രയ്ക്ക് വേണ്ടി ദിവ്യമായ ശ്രേഷ്ഠമായ ആ പുഷ്പവിമാനം തയ്യാറാക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. മൂന്നാം രംഗവും അങ്ങനെ അവസാനിക്കും. നാലാമത്തെ രംഗത്തിൽ വിഭീഷണൻ പുഷ്പക വിമാനവുമായി ശ്രീരാമചന്ദ്രത്തിൽ എത്തിച്ചേർന്നു. വിഭീഷണനും സുഗ്രീവനും, ഇവിടെ സുഗ്രീവന്റെ തിരനോട്ടവും സുഗ്രീവന്റെ ആക്രമമുണ്ട്. വിഭീഷണനും സുഗ്രീവനും ലക്ഷ്മണനും ഒക്കെ അത്യുത്സാഹത്തോടുകൂടി ആ വിമാനത്തിന്റെ സമീപത്തെത്തിയിരിക്കുക. ശ്രീരാമചന്ദ്രന്റെ ആഗമനത്തോടുകൂടി ശ്രീരാമചന്ദ്രനോട് ആ ഹനുമാനും സുഗ്രീവനും വിഭീഷണനും ഒക്കെ പറയുകയാണ്, ഞങ്ങൾക്കൂടെ അയോധ്യയിൽ വരണം. അവിടെ നിൽക്കുന്ന ആധാരമായ ആ ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ മഹത്വം ഞങ്ങൾക്കൂടെ അനുഭവിക്കണം. അതുകൊണ്ട് ഞങ്ങളെ കൂടി അയോധ്യയിലേക്ക് പോകാൻ അങ്ങേ അനുവാദം നൽകണം എന്ന് പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഹനുമാനും സുഗ്രീവനും വിഭീഷണനും ഒക്കെ അയോധ്യയിലേക്ക് പുഷ്പവിമാനത്തിൽ കയറി യാത്ര തിരിക്കുന്നതിനുള്ള യാത്രയാകുന്നതിനുള്ള അനുവാദം ശ്രീരാമചന്ദ്രൻ കൊടുത്തു. അങ്ങനെ എല്ലാവരും ആ വിമാനത്തിൽ കയറി ഉത്സാഹത്തോടുകൂടി ലങ്കയിലേക്ക് അയോധ്യയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ അതാ വിഭീഷണഭക്തിയായ സരമ എത്തുകയാണ്. സരമ പറയുന്നു, എന്നെ ശ്രീരാമചന്ദ്ര എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ ദുഃഖങ്ങൾക്ക് അങ്ങ് അറുതി വരുത്തണമേ. ഇത്രമാത്രം ദുഃഖം സഹിച്ചവൻ നമ്മുടെ വേറൊരു അവതാരപുരുഷന്മാർ. ആ അവതാരപുരുഷന്മാർ വിചാരിച്ചാൽ നമ്മുടെ ഒക്കെ ദുഃഖം ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ കൂട്ടത്തിൽ ദുഃഖമില്ലാത്തവരാരുമില്ല. നമ്മുടെ ഒരു പ്രതീക്ഷയായി വന്ന് പറയുന്നു, സരമ ഭഗവാനെ എന്റെ ദുഃഖത്തിലൂടെ അറുതി വരുത്തണമേ. എന്താണ് നിന്റെ ദുഃഖം? മറ്റൊന്നുമല്ല, സീതാദേവിയെ പിരിഞ്ഞിരിക്കേണ്ട, അവളെ യാത്രയാക്കേണ്ട, ദേവിയെ യാത്രയാക്കേണ്ട ആ ദുഃഖമാണ് എനിക്ക് അസഹനീയമായിട്ട് ഉള്ളത് എന്ന് രാമചന്ദ്രൻ പറഞ്ഞു. അല്ലയോ ഭക്തേ, നീ ഒന്നുകൊണ്ട് ദുഃഖിക്കേണ്ട. എന്റെ അടുത്ത ജന്മം കൃഷ്ണാവതാരമാണ്. ആ പ്രസ്തുത കൃഷ്ണാവതാരത്തിൽ എന്റെ സഹോദരിയായി സുഭദ്രയായി എനിക്ക് ജീവിക്കാനുള്ള ആരാനുള്ള അവസരം ഉണ്ടാകും. അങ്ങനെ ഭവിക്കട്ടെ എന്ന് സരമയെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ കൃഷ്ണാവതാരത്തിൽ ജലഭദ്രരാമന്റെയും ശ്രീകൃഷ്ണന്റെയും സഹോദരിയായി ആ സരമ സുഭദ്രയായി ജനിക്കുകയും ചെയ്തു. അവിടുന്ന് എല്ലാ ഉത്സാഹത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആ പുഷ്പവിമാനത്തിലേക്ക് കയറിയാണ്. അങ്ങനെ പുഷ്പവിമാനത്തിൽ ആ ഗംഗയിലേക്ക് പോകാനുള്ള അനേകരായ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. അതൊക്കെ അയോധ്യ ലക്ഷ്യമാക്കി വിമാനം പറക്കുക.
അങ്ങനെ പോകുമ്പോൾ ആ വിമാനത്തിന്റെ ജനലിൽ കൂടി ശ്രീരാമചന്ദ്രൻ സീതാദേവിക്ക് ആറ്റകൾ ഓരോന്നായി കാട്ടിക്കൊടുക്കുക. ഹനുമാന് പ്രത്യേകിച്ച് ആനന്ദ ശ്രീരാമചന്ദ്രന് ആനന്ദ കാര്യമില്ല. അവിടുത്തെയോ വിശാലമായ സമുദ്രങ്ങളും പർവ്വതങ്ങളും പർവ്വതവും ഒക്കെ ദേവിക്ക് കാട്ടിക്കൊടുക്കുകയാണ്. അതെല്ലാം കണ്ടേ വിമാനം അയോധ്യയെ ലക്ഷ്യമാക്കി പോകുമ്പോൾ ഏതാണ്ട് ഗംഗാതീരത്തിനടുത്തായിട്ട് ആ വിമാനം ഒന്ന് ചാടില്ല. സ്വല്പസമയത്തേക്ക് വിശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഭരദ്വാജാശ്രമത്തിൽ ഭരദ്വാജ മഹർഷിയുടെ ആദിത്യം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ വിമാനം അവിടെ താക്കിയത്. ഉടൻ തന്നെ ഭരദ്വാജ മുനി ശ്രീരാമചന്ദ്രനെ കാണുകയും തന്റെ ആശ്രമത്തിലേക്ക് വരണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. ശ്രീരാമചന്ദ്രൻ വിസമ്മതിക്കുക. 14 വർഷത്തെ വനവാസവും രാവണ നിഗ്രഹവും കഴിഞ്ഞ് പിറ്റേ ദിവസം താൻ അയോധ്യയിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ അർദ്ധരാജകുമാരൻ അഗ്നിപ്രവേശം ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. എന്തെല്ലാം അവനെ അവിവേകങ്ങൾ കാണിച്ചുകൂടാ. അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ശ്രീരാമചന്ദ്രൻ ചിന്തിച്ചുകൊണ്ട് ഭരദ്വാജനോട് ഇത് സാധ്യമല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭരദ്വാജ മുനിയുടെ നിർബന്ധപ്രകാരം അന്നേ ദിവസം അവിടെ ഭരദ്വാജ ആശ്രമത്തിൽ ആ ഭരദ്വാജ മുനിയുടെ ആദിത്യം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടു. അങ്ങനെ ഒരു ദിവസത്തെ താമസം അയോധ്യയിൽ എത്തിച്ചേരാൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് ഹനുമാനെ വായുവേഗത്തിൽ സഞ്ചരിക്കാൻ മാർഗമുക്തനായിരിക്കുന്ന ഹനുമാനെ ശ്രീരാമചന്ദ്രൻ അടുത്ത് വിളിച്ച് പറയുന്നു, എത്രയും വേഗം അയോധ്യയിലെത്തി താൻ ആഗതനാകുന്നു എന്നുള്ള വസ്തുത ഭരതരാജകുമാരനെ അറിയിക്കണം. അല്ലെങ്കിൽ ഭരതരാജകുമാരൻ എന്തെങ്കിലും അനുഗ്രഹം ചെയ്തേക്കും. വന്നിരിക്കുന്നത് 14 വർഷത്തെ വനവാസത്തിന് ശേഷം പിറ്റേ ദിവസം ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ എത്തിച്ചേർന്നെങ്കിൽ അഗ്നികുണ്ഡത്തിൽ ചാടി ആത്മാഹൂതി ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ശ്രീരാമൻ വരുന്നിടം വരെ ശ്രീരാമൻ എന്ന സങ്കല്പത്തോടുകൂടി പാതകം വെച്ച് പൂജിച്ച് രാജ്യഭരണം നടത്തുകയാണ്. അതുകൊണ്ട് താൻ ഏറെ താമസിക്കാതെ ഒട്ടും താമസിക്കാതെ തന്നെ അയോധ്യയിൽ എത്തിച്ചേരും എന്നാണ് അറിയുവാൻ ഹനുമാനെ അയോധ്യയിലേക്ക് ഹനുമാൻ സ്വന്തം രൂപമൊന്ന് മാറി ഒരു വടുവിന്റെ വേഷത്തിലാണ്, ഒരു ബ്രാഹ്മണ കുട്ടിയുടെ വേഷത്തിലാണ് അയോധ്യയിലെത്തുന്നത്. അങ്ങനെ ഇനി നമുക്കൊന്ന് അയോധ്യയിലേക്ക് പോകാം. നമുക്കൊക്കെ പോകാം. നമുക്കിപ്പോ ഒന്ന് അയോധ്യയിലേക്ക് പോകാം. അയോധ്യയിലതാ ശ്രീരാമചന്ദ്രന്റെ വഴിക്കണ്ണ് നോക്കി ഇരിക്കുകയാണ്. ശ്രീരാമന്റെ ആ പാദസ്പർശം ഈ അയോധ്യയിൽ ഉണ്ടാകുന്നത് നോക്കിയിരിക്കുകയാണ് ഭരതരാജകുമാരൻ. സമയം വൈകുന്നു. അദ്ദേഹം അസ്വസ്ഥനായി. ഒരു ദിവസമില്ല താമസം വന്നിരിക്കുന്നു. അദ്ദേഹം ഇനി ഒട്ടും താമസിക്കില്ല. ശ്രീരാമചന്ദ്രന്റെ ആഗമനം ഉണ്ടാകാത്ത സ്ഥിതിക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഞാൻ നേരത്തെ തീരുമാനിച്ചതുപോലെ അഗ്നികുണ്ഡത്തിലേക്ക് താൻ ചാടി ആത്മാഹൂതി ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ ദർശനം ഉണ്ടായേ പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്യുവാൻ ഭരതരാജകുമാരൻ തയ്യാറായി. ആ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് അഗ്നിയിലേക്ക് എടുത്തിയാടുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ശത്രുഘ്നകുമാരൻ എത്തിച്ചേരുകയാണ്. ചേട്ടാ, ഇവിടെ ശ്രീരാമചന്ദ്രനില്ല, ലക്ഷ്മണകുമാരനില്ല. ഇപ്പോൾ അന്നും ആത്മാഹൂതി ചെയ്യാൻ ശ്രമിക്കുന്നു. ഇല്ല, എനിക്ക് ഈ രാജ്യങ്ങൾ വേണ്ട, സഹോദരമില്ലാത്ത രാജ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ശത്രുഘ്നും ഹരകുമാരോടൊപ്പം അഗ്നിയിലേക്ക് ചാടാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ വലം വെച്ചിലാണ് ആ ശ്രീരാമചന്ദ്രൻ ശത്രുഘ്നെ വിസമ്മതിക്കുകയാണ്. നീ വേണം ഈ രാജ്യം പാലിക്കുവാൻ, നീ വേണം നമ്മുടെ അനന്തരാവകാശിയായി നമ്മുടെ വംശം നിലനിർത്തുവാൻ എന്ന് പറയും. അങ്ങനെ ഏകദേശം ശ്രീരാമചന്ദ്രന്റെ സാന്ത്വനത്തിൽ സമാധാനചിത്തനായ ആ ശത്രുഘ്നന്റെ സമീപത്തേക്ക് അതാ വടു എത്തിച്ചേരുകയാണ്. ഒരു
രാവണവേഷധാരിയായ ഹനുമാൻ എത്തിച്ചേരുക. ഇതാ ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് തന്നെ ഈ രാമചന്ദ്രൻ ഇവിടെ എത്തിച്ചേരും. അഭിഷേകത്തിനുള്ള കോപ്പുകൾ കൂട്ടുക എന്ന് ആ വധുവെന്ന് പറയും. അവസാനം തന്റെ ശരിയായ രൂപവും ഹനുമൻസ്വാമി ആ രൂപവും അവർക്ക് കാണിക്കും. വിമാനത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞു. ഈ രാമചന്ദ്രനും പരിവാരങ്ങളും ലക്ഷ്മണനും ഒക്കെ ആ വിമാനത്തിൽ ഇറങ്ങിയാണ്. അയോധ്യാവാസികളെല്ലാം ആഹ്ലാദം കൊണ്ട് അതിരുകളെന്നവരാണ്. അവര് ജയ് ശ്രീരാം, ജയ് ശ്രീരാം, ജയ് ഹനുമാൻ എന്ന് വിളിച്ച് ആ തർക്കസിച്ചു. ജനങ്ങളൊക്കെ തുള്ളിച്ചാടി ആനന്ദാതിരകത്താൽ അവർ സ്വയം മറന്നു. സ്ത്രീകളെല്ലാം കൊലയിട്ടു, ആ പുരുഷന്മാരൊക്കെ ആർപ്പ് വിളിച്ചു. ആഹ്ലാദം ഇലതല്ലുന്ന ഒരു അന്തരീക്ഷത്തിൽ അവിടെ അതിലേക്ക് ഒരു ചെറിയ സംഭവമുണ്ട്. ഈ അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ ചെല്ലുന്നതിന് മുൻപായി ഗംഗാതീരത്തെ ഹനുമാൻ എന്ന് ചെല്ലുന്നു. അവിടെ ഹനുമാൻ തോണി കിടക്കുന്ന ഗുഹന്റെ ആൾക്കാരുമായി ചില മുക്കുവന്മാരുമായി ചില ചുണ്ടിയൊക്കെ കൂടുന്നുണ്ട്. ആ ചുണ്ടിയുടെ ആ തോണി പിടിച്ച് ഉലയ്ക്കുകയും അതുപോലെ തോണിക്കാരെ ചെറുതായിട്ടൊന്ന് ഉപദ്രവിക്കുകയും അവർ ഒരു ചുണ്ടിയൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ആ ചുണ്ടിയെല്ലാം സ്വാധീനപ്പെടുത്തി അവരെ ഗുഹന്റെ അടുത്തിരുന്നു. ഗുഹനും ഹനുമാനുമായിട്ട് ഒരു ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായി. അവസാനം സത്യസ്ഥിതി ബോധ്യപ്പെട്ട് യഥാർത്ഥത്തിൽ ഇത് ഹനുമാൻ സ്വാമിയാണെന്നും അതുപോലെ ഋഗ്വേദാധിപനായിരിക്കുന്ന ഗുഹനുമാണെന്നുള്ള വസ്തുത ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ആണ് ഹനുമാൻ മറുവേഷധാരിയായി അയോധ്യയിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ അയോധ്യാവാസികളല്ല, നമുക്കൊക്കെ അയോധ്യാവാസികളാകണം. നമ്മളൊക്കെ ആർപ്പ് വിളിക്കണം. നമ്മളൊക്കെ ഈ മുഖരിതമാകുന്ന തത്വത്തിൽ ജയ ശ്രീരാം വിളിക്കണം. പുരുഷന്മാരൊക്കെ സ്ത്രീകൾ കുരകണം. അങ്ങനെ ഇവിടെ പഞ്ചവാദ്യത്തോടുകൂടി കൂത്താലത്തോടുകൂടി അതുപോലെ തന്നെ പുഷ്പവൃക്ഷ നടത്തിക്കൊണ്ട് സർവജനങ്ങളാലും ആനയിക്കപ്പെട്ട് സർവരാലും ആനന്ദത്തിൽ ഒഴുകിക്കൊണ്ട് ഈ ഘോഷങ്ങൾ എടുത്തിക്കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് രാമചന്ദ്രനെ രത്നസിംഹാസനത്തിൽ ഇരുത്തി നമുക്ക് രാമരാജ്യത്തിന്റെ അധ്വനാക്കി അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വം യാതൊരു കാരണവശാലും ഈ കഥയുടെ പര്യവസാനം സംഭവിക്കാതെ ആരും എഴുന്നേറ്റ് പോകരുത്. അങ്ങനെ കൃത്യമായിട്ടിരുന്നാൽ അടുത്ത വർഷം പ്രതിഷ്ഠാദിനത്തിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ദുഃഖം തരുന്നതാണെങ്കിൽ സന്തോഷം തരുന്നതാണെങ്കിൽ ആ സന്തോഷത്തിനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് ദുഃഖത്തെ നിവാരണം ചെയ്തുകൊണ്ട് ഈ അയോധ്യയുടെ മഹത്വത്തിൽ നിങ്ങൾക്കും പങ്കിയെന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജന്മം സഫലമാക്കാം. ഇത് അത്യപൂർവം. ഒരിക്കലും ഈ കളി അങ്ങനെ പതിവായിട്ടെങ്ങും വെക്കാറില്ല. വേഷ വൈകിട്ടും കൊണ്ടും അതുപോലെ ആ വേഷങ്ങളെ ആധിക്യം കൊണ്ടും ഒക്കെ വളരെ സമ്പുഷ്ടമായ ഒരു കഥയാണ് ഈ ശ്രീരാമപട്ടാഭിഷേകം. അതിനെ ഏറ്റവും മോടി പിടിപ്പിക്കാൻ, ഏറ്റവും സന്തുഷ്ടമാക്കുവാൻ, ഏറ്റവും ആഹ്ലാദമാക്കുവാൻ നമുക്കൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതിന്റെ അവസാനം മഹാഭക്തന്മാരായ ആൾക്കാരെല്ലാം അവിടെ വന്ന് നിറഞ്ഞു നിൽപ്പുണ്ട്. ശ്രീരാമചന്ദ്രൻ അതിശ്രേഷ്ഠമായ ഒരു മാലയെടുത്ത് സീതാദേവിയുടെ കയ്യിൽ കൊടുത്തത് പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും ഭക്തനായുള്ള ഒരാളെ കണ്ടെത്തി, അല്ലയോ സീതാദേവി, ഈ രത്നമായും നീ അവന് കൊടുക്കുക, അവർക്ക് കൊടുക്കുക. സീതാദേവി നോക്കിയപ്പോൾ അവിടെ വെച്ച് ഏറ്റവും അർത്ഥനായത് ഭക്തോത്തംസമായ സാക്ഷാൽ ഹനുമാനായി. ഹനുമാനെ സീതാദേവിയിൽ നിന്ന് അനർത്ഥമായ ആ ഭാഗ്യം സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. നമുക്കൊക്കെ എത്തുന്ന ഭാഗ്യം ഭഗവാന്റെ കരുണയും അനാഥവുമാണ് എന്ന് ഇത് വെറും ഒരു കഥകൾ കാണുന്നതല്ല. ഒരിക്കലും അങ്ങനെ ഒരു കഥയില്ല. ഭക്തിയാണ് ഈ കഥയിലെ മുഖ്യമായ രസം. അതുപോലെ അയോധ്യയെ എത്രമാത്രം ആത്മാനമാക്കാൻ കഴിയുന്നോ അതാണ് നമ്മുടെ ജന്മസാഫല്യം. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ
അനുഗ്രഹം സർവ്വർക്കും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ ഇതുപോലെ ഒരു അവസരം ഇവിടെ നൽകിയ എൻ്റെ സുഹൃത്തെ, എൻ്റെ പ്രിയ സുഹൃത്തുന്ന ആത്മസുഹൃത്തെ ശ്രീ ഭാഗ്യമോഹനും അദ്ദേഹത്തോടെ ഒപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ ഭാരവാഹിക്കും ഈ ക്ഷേത്ര ശക്തിയും ഒക്കെ എൻ്റെ നന്ദിയും എൻ്റെ സ്നേഹവും ഈ അവസരത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന കഥാപാത്രങ്ങളെ കൂടി കലാകാരന്മാരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നമ്മളെ ഏകദേശം 7 മണിക്ക് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളെ മേളം താമസിക്കാനും അതുപോലെ സ്ഥലങ്ങളൊക്കെ വേണ്ടി വന്നിട്ട് അല്പം താമസം വന്നു. ഈ താമസവും നിങ്ങൾ പരിഗണിക്കേണ്ട, നിങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഈ കഥയിൽ ശ്രീരാമനായിട്ട് രംഗത്ത് വരുന്നത് ശ്രീ കാട്ടുവച്ചനാഥരാജ, അതിപ്രയത്നായ നടൻ. അദ്ദേഹം ശ്രീരാമസ്വാമിയുടെ വേഷം നമുക്ക് വേണ്ടി ഇന്നിവിടെ അവതരിപ്പിച്ചു. സീതാദേവിയായി ശ്രീമതി ഹരിപ്രിയ നമ്പൂതിരി, ലക്ഷ്മണൻ ശ്രീ അഭിജിത്ത് വർമ്മ, വിഭീഷണൻ ശ്രീമതി രഞ്ജിനി സുരേഷ്, ചരമ കുമാരി ഗോപിക ചന്ദ്രൻ, ഹനുമാൻ ശ്രീ ഭാഗ്യമോഹനൻ, സുഗ്രീവൻ ശ്രീ കലാനിലയം മനോജ്, ഭരദ്വാജൻ ശ്രീ കലാമണ്ഡലം അജീഷൻ, ഗുഹൻ ശ്രീ ഭാഗ്യ വിജുഭാസ്കർ, ടോണിക്ക മാസ്റ്റർ വിഷ്ണുഹരി, മാസ്റ്റർ ആദിദേവൻ, നാട്യമണ്ഡലം അനന്തരാജൻ, നാട്യമണ്ഡലം ദേവനാരായണൻ, ഭരതൻ ശ്രീ സദനം വിജയരാജൻ, ശത്രുഘ്നൻ ശ്രീ ആർ.വി. അനന്തമണി, വടു ശ്രീ തൃപ്പൂണിത്തുറ ശ്രീകുമാർ, വസിഷ്ഠൻ ശ്രീ കലാമണ്ഡലം അജീഷൻ, പാട്ടൻ ശ്രീ കലാമണ്ഡലം വിനോദൻ, ശ്രീ കലാമണ്ഡലം ശ്രീജിത്ത്, ശ്രീ ഹരിശങ്കർ, കണ്ട ശ്രീ കലാനിലയം രതീശൻ, ശ്രീ കലാനിലയം അഖിലൻ, മത്തളം ശ്രീ ആർ.വി. നിതിൻ, ശ്രീ കലാമണ്ഡലം അർജുൻ കലാധരൻ, ചുട്ടി ശ്രീ കലാനിലയം സജി, ശ്രീ എരൂർ മനോജ്, മണിയറ ശ്രീ പള്ളിപ്പുറം കണ്ണൻ, ശ്രീ ചാലക്കുടി ചന്ദ്രൻ, ശ്രീ എരൂർ സുധൻ, ശ്രീ ചേർത്തല പ്രശാന്ത്, കളിയോഗം ശ്രീ ഭവാനേശ്വരി, കഥകളിയോഗം എരൂർ തൃപ്പൂണിത്തറ. എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം സമർത്ഥമായി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.